നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. ഒരുപാട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ആൻഡ് യെസ്, ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു വ്യക്തി തന്നെയാണ്. ആൻഡ് യെസ്, പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്. വളരെ വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആ വ്യക്തി ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരും. ആ ഒരു അപ്രോച്ച് എടുക്കുമെന്നാണ് കാണുന്നത്. ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഈ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ട് എങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി നാൾ ഈ വ്യക്തിയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകിലും എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും സെപ്പറേറ്റഡ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരു പ്രോപ്പർ ടൈമിന് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഡൗട്ടും നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഈ പേഴ്സൺ നിങ്ങളോടുള്ളത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ്. ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. അത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പക്ഷെ രണ്ടുപേർക്കും ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് ഓവർകം ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ കൂടി കഴിയുന്നുണ്ടാവില്ല. ഓരോ നിമിഷവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ശ്രമകരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരും. നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും പോസിബിൾ ആകും എന്ന് തന്നെയാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് യെസ്, വളരെയധികം സ്ട്രെങ്ത് ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരും. അത്രയധികം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് അത്രയധികം ഒരു ഇന്റൻസ് ആയിട്ടുള്ള അത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയബന്ധമാണ് നിങ്ങളുടേതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുക. ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് ഈ റിലേഷനിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അത്രയധികം ഒരു ഇമോഷണൽ ലോസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ആ ഒരു ഭയമാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. നിങ്ങളെ നഷ്ടമായി പോകുമോ, ഇപ്പോൾ നിങ്ങൾ ഈ സെപ്പറേഷനിൽ അവർ ഇനി ഒരു റിയൂണിയൻ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒരു ഒരു ചിന്ത, ഒരു ഓവറായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ചിലപ്പോൾ ഒരു 9 ഡേയ്സിനുള്ളിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള തീവ്രമായിട്ടുള്ള പ്രണയം ഈ വ്യക്തി മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇനിയും ഈ ഒരു സിറ്റുവേഷൻ താങ്ങാൻ കഴിയില്ല. നിങ്ങൾക്കും ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവര് ഒരു പ്രോപ്പർ ടൈം ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം. പക്ഷെ അവര് ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും ഒരിക്കലും ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പകരമാവില്ല എന്ന് ഓരോ നിമിഷവും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഓക്കെ, ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് അവര് എപ്പോഴും ഫൈറ്റ് ചെയ്യും എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിനോടൊക്കെ
പൊരുതി നിന്ന് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരും. ഗിവ് മീ ടൈം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക എന്ന് പറയുകയാണ്. ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ആൻഡ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രതീക്ഷ നൽകിയത് നിങ്ങളാണ്. ഓക്കെ, ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഫീൽ യുവർ പ്രസൻസ്. ഓക്കെ, ഈ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ പിക്ചറൊക്കെ വാച്ച് ചെയ്ത് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഈ ഓരോ സമയവും മുന്നോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കാം. ഓക്കെ, ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കും എത്രമാത്രമാണ് ആ വ്യക്തി നിങ്ങളോട് ഉള്ള ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്ന്. ഓക്കെ, പ്ലീസ് ഫർഗീവ് മീ, ഐ ആം സോറി. ഓക്കെ, അവരോട് ക്ഷമിക്കൂ എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ആൻഡ് ഐ ഫീൽ സോ ഹെൽപ്ലെസ്, ഐ എം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഐ വോണ്ട് ടു ബി വിത്ത് യു. ഓക്കെ, അവർക്ക് എന്തോ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ട്, അവരൊരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും അവർ നിങ്ങളോടിപ്പോൾ ഒന്നിച്ചു ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി, യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. ഓക്കെ, അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് അവരെ അത്രയധികം വേദനിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, ഐ വോണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, നിങ്ങളെ അവർക്ക് നേരിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അവരെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഡേ ആൻഡ് നൈറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു, ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് എല്ലാം വരുന്നത്. അവർക്കിപ്പോൾ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ് നിങ്ങളില്ലാണ്ട്. ഓക്കെ, ഒരു ശൂന്യത പോലെയൊക്കെ ഫീൽ ചെയ്യാണ്. ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഹാർഡ് ലെസൺസ്, ഒരുപാട് ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളില്ലാതായപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ച പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഐ വോണ്ട് ടു ടെൽ യു സോ മെനി തിങ്സ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ സ്വീകരിക്കുമോ? യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, അവർക്ക് ഈ ഒരു ഫീലും ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് പോലും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി നിങ്ങൾക്ക് സഫർ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. സെപ്പറേഷനിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ വേർപിരിഞ്ഞ സമയത്ത് അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ,